സാറ്റർഡേ രാവിലെ പാരൻസ് മീറ്റിങ്ങിന് മീറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എക്സാം തീർന്നിട്ടുണ്ടായിരുന്നു. വെനസ്ഡേ ആണ് എക്സാം. ജെം ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു അവൻ വിളിക്കൽ മൊറയിൽ അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെനസ്ഡേ ഇപ്പം ഈ സെമസ്റ്റർ എക്സാമിന് മുന്നേ ആയിട്ടുള്ള ഈ 2 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഫസ്റ്റ് പ്രോഗ്രഷൻ ടെസ്റ്റ് നടന്നുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു സാറ്റർഡേ. അപ്പം സാറ്റർഡേ രാവിലെ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരൊരു 10:30 ഇവർ രണ്ടാളും ഒരുമിച്ച് ഇറങ്ങുന്നത്. അന്നേരം ഇവർ റെയ്ഹാനോട് നോർമലി ജഫാക്കഷ് മോൻ്റെ പേര് ഓനോട് ചോദിച്ചു അവൻ വരുന്നുണ്ടോയെന്ന്. അവൻ വരുന്നില്ല പറഞ്ഞു. തലേന്നേ ചോദിച്ചു അവൻ വരുന്നുണ്ടോ, അവൻ വരുന്നില്ല പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഇവനിവിടെ ഒറ്റക്ക് നിൽക്കുന്നതാണ്. അങ്ങനെ ഒറ്റക്ക് നിൽക്കാത്ത കുട്ടിയൊന്നും അല്ല. അപ്പോൾ ഇവർ പോയി. ഇപ്പോൾ 2 മണിക്ക് സ്കൂളിലെത്താനൊക്കെ ഒന്ന് ഏകദേശം ഇവർ 2 മണിയായിന്. അപ്പം ആ സമയം ഉമ്മ സ്കൂളിൽ നിന്ന് ഇവനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു 2 മണിക്ക്. അപ്പോൾ 2 മണിക്ക് ഇവൻ്റെ ട്യൂട്ടർ വിളിച്ചപ്പോൾ ഇവനെ ഫോണിൽ കിട്ടുന്നില്ല. ഫോണിൽ വലുതായിട്ട് മെസ്സേജൊന്നും ഡെലിവർ ആവുന്നില്ല. അപ്പോൾ അതേസമയം ഉമ്മയും മീറ്റിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴും ഇവനെ ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെയൊന്നും. പക്ഷേ ഇവൻ നോർമലി ഒരു 2-3 മണിയെല്ലാം ആവും സാറ്റർഡേ സൺഡേസ് എണീക്കാൻ. കാരണം ഇവന് ഇവിടുന്ന് വെള്ളിക്കീഴിലേക്ക് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ സ്കൂൾ ഡേയ്സിൽ 7 o'clock വണ്ടി വരും. അപ്പം ഇവൻ 6 AM തന്നെ എണീച്ച് പോകുന്നതുകൊണ്ട് സാറ്റർഡേ സൺഡേസ് നോർമലി ഇവൻ 2, 3, 4 എണീക്കുക. അപ്പോൾ ഇവരാരും അത് ഇതാക്കിയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഉറങ്ങുന്ന ഈ ഡോറ് തുറക്കുന്നത്, ഈ ഫ്രണ്ട് ഡോറ്. ആൻഡ് ഇപ്പം കാണുന്നത് ഓനിയുടെ ഹാങ് ചെയ്തിട്ടുള്ളതാ. അങ്ങനെ ഒരു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉമ്മയും കണ്ണൂരായിരുന്നു. ഉപ്പ ഒറ്റക്കാണ് വരുന്നത്. നോർമലി ഉപ്പ ആ സമയം വന്നിട്ട് ഇവർ രണ്ടാളും ഒരുമിച്ച് കണ്ണൂരേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു റീസൺ ചോദിച്ചാൽ ഇവൻ ഫ്രൈഡേ നൈറ്റ് അടക്കം എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഹൈദരാബാദായിരുന്നു. ഞാൻ ഐക്യയിലുണ്ടായ സമയം ഇവൻ ഐക്യയിൽ നിന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഇതൊക്കെ പറഞ്ഞതാ. ഫ്രൈഡേയും തേഴ്സ്ഡേ ആയിട്ടാലും ഉമ്മാൻ്റെ ബ്രദേഴ്സായിട്ടാണ് ഇവൻ ഫുൾ കമ്പനി ഉള്ളത്. അവരോടൊക്കെ ഇവന് സ്പൈഡർമാൻ ഇറങ്ങിയിട്ട് അവർക്കൊക്കെ സ്റ്റാറ്റസ് ഇട്ടിന്, അവർക്കൊക്കെ അയച്ചു കൊടുത്തിന്, അവർക്കൊക്കെ അതിനോടൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ. പക്ഷെ ഇവന് മാത്സിൽ ഫെയിലായിരുന്നു. ഈ ടെസ്റ്റിൽ മാത്സ് ആകെ ചിന്തിക്കാനുണ്ടായിരുന്ന സാധനം മാത്സിലോന് പൊട്ടിയെന്നുള്ളതായിരുന്നു. ഓന് ഒരു ആവറേജ് സ്റ്റുഡൻ്റ്. പക്ഷെ നമ്മൾ ഒരു രീതിയിലും ഉപ്പാക്കുമ്മക്ക് ഒരു സീൻ അല്ലായിരുന്നു. ഇൻ ദ സെൻസ് നമ്മൾ ഈ പാരൻസ് മീറ്റിങ്ങിന് മുന്നേ മാർക്സ് അറിഞ്ഞു ഇവൻ മാത്സിൽ ഫെയിൽഡായിരുന്നു. പിന്നെ ഇവൻക്ക് ടെൻഷൻ ആവണ്ട എന്ന രീതിയിലാണ് നമ്മളാരും അത് പറയാണ്ടുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെയും ഇതെല്ലാം ആയിട്ടാണ് സാറ്റർഡേ അതായത് ഇവൻ മരിച്ച ദിവസം ഇവൻ്റെ കുറച്ച് സീനിയേഴ്സ് പുറത്ത് നിന്നിട്ടുണ്ടായിട്ട് ഇവൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഇവൻ മരിച്ച ദിവസം സൺഡേ ഇവൻ മരിച്ച ദിവസം ബോഡി എടുക്കുന്ന ദിവസം ഇവൻ്റെ ഇവൻ്റെ സീനിയേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇവൻ്റെ പ്രിൻസിപ്പൾ വന്നാൽ ചോദിക്കണം, സംസാരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അങ്ങനെ ഒരു ടോക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മളൊന്നും അതിനായത് ഇവൻ്റെ പ്രിൻസിപ്പൾ ഇവനെ വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൗട്ട് എല്ലാവരും അതായത് ട്യൂസ്ഡേ ഇന്നലെ റീടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ റീടെസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്കിപ്പോൾ മാത്സിന് അവിടെ പ്രൊഫസർ ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ എന്നിട്ട് അപ്പോൾ ഇവൻ്റെ മാർക്സ് പറഞ്ഞ നേരം ഇവനോട് ഫ്രൈഡേ ക്ലാസ്സിൻ്റെ എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ, നിൻ്റെ ഉമ്മാനോട് ഞാൻ മാർക്സ് പറഞ്ഞിന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നീ അടുത്തതിൽ പിടിക്കും, എല്ലാം റീടെസ്റ്റിലൊക്കെ ഓക്കെ ആവും. അപ്പം മാം ചോദിച്ചല്ലോ നീ എന്ത് മിറാക്കിളാണ് ചെയ്യാൻ പോകുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല, ഇനി എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഇടപെടാനില്ല, അങ്ങനെയൊക്കെ രീതിയിൽ എല്ലാവരും കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, എല്ലാവരും അതാ പറയുന്നത്.
ഇവൻക്ക് ഇവൻക്ക് പബ്ലിക്ലി ഇവനെ ഇൻസൾട്ട് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇവൻക്ക് കുറച്ച് പബ്ലിക് ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഇവനെ കലമ്പുന്നത് വഴക്ക് പറയുന്നതൊന്നും ഇവൻക്ക് ഒട്ടും ഇഷ്ടമല്ല, ലൈക്ക് ആൾക്കാരെ മുന്നിൽ വെച്ച്. ഇപ്പം 9th ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഇവൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉദയ മാമിനോട് പോയി പറയണം പബ്ലിക്ലി ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഹരാസ് ചെയ്യരുത് എന്നുള്ളത്. എന്നിട്ട് ഉമ്മ എങ്ങനത്തെ ഒരാളാന്ന് വെച്ചാൽ ഇവൻ എന്ത് ചെറിയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ പോലും ഉമ്മ സ്കൂളിൽ പോയി ചോദിക്കുന്ന കൂട്ടത്തില്ല. ഉമ്മ പോയി ചോദിച്ചു, അത് ഇതാക്കി. അപ്പം മാം പറഞ്ഞു മാം എല്ലാവരോടും അങ്ങനെയാണ് എന്നുള്ള രീതിക്കാണ് മാം സംസാരിച്ചത്. പഠിക്കുന്ന കുട്ടികളോടായാലും പഠിക്കാത്ത കുട്ടികളോടായാലും ഒക്കെ അങ്ങനെയാണ് എന്നുള്ള രീതിക്ക്. എല്ലാവർക്കും ഒരുപോലെ അത് ബെയറിങ് കപ്പാസിറ്റി എല്ലാവർക്കും സെയിം ആയിരിക്കില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇവനോട് പറഞ്ഞല്ലോ ഇവൻക്ക് ലൈക്ക് ഓൻക്കെന്തോ ദർ സംതിങ് റോങ് വിത്ത് ഹിം, അതായത് മെൻ്റലി ഓൻക്കെന്തോ റോങ് ഉള്ള പോലെ അങ്ങനെ ആൾക്കാർ മുന്നിൽ വെച്ച് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ട്. കുട്ടി എല്ലാവരോടും ചിരിക്കും, നന്നായി സ്മൈൽ ചെയ്യും. അപ്പൊ അതിന് അവര് പറയുന്നത് അതെന്തോ ഒരു ഇവനെ കൽമ്പിയാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായി. ഇവനെ വഴക്ക് പറഞ്ഞാൽ ഇവനൊന്നും പറയാറില്ല. അതിനൊക്കെ മാം പറഞ്ഞ ഇവനെ ലുക്ക് അറ്റ് ജഫാക്കഷ് ദർ സംതിങ് റോങ് വിത്ത് ഹിം, അതായത് സംതിങ് റോങ് വിത്ത് ഹിം മെന്റലി എന്നുള്ളതിൽ. മാം എപ്പോഴും അങ്ങനെ ഒരാള് ക്രൂഷ്യൽ പോയിന്റിലേക്ക് എത്തിക്കുമ്പോൾ അവനെ അതിൽ നിന്ന് മൈൻഡ് ലൂസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിലേ അവനോട് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. അല്ലാണ്ട് ഇവൻക്ക് വീട്ടിൽ നിന്നൊന്നും ഒരു രീതിയിൽ ഇവർക്ക് രണ്ടാക്കി ഇവന് സ്കൂളിൽ പോയാലും പ്രശ്നമില്ല. ഇവര് രാവിലെ എണീച്ചിട്ട് ഇവൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ വിൽബിലേക്ക് ഓക്കെ പോകണ്ട, ആ രീതിക്കായിരുന്നു ഇവന്. മാം എന്തിനാ മാം ഞാൻ എൻ്റെ അടുക്ക ഞാൻ പേഴ്സണലി പോലും പറഞ്ഞിട്ടു, സ്കൂളിൽ പോയിട്ട് കാണാതെ പേഴ്സണലി പോലും എൻ്റെ ഓഫീസിലേക്ക് വന്നതിനാൽ പോലും ഞാൻ മാമിനോട് പറഞ്ഞു. ഇല്ല നമ്മള് കാരണം പിന്നെ ലാസ്റ്റും അവന്റെ ബോഡി എടുക്കുമ്പോ എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് ഞാൻ ബോഡി കണ്ടപ്പോ ചോദിച്ചപ്പോ അവർ കാണുന്നില്ല എന്നാ പറഞ്ഞത്. നമ്മളിപ്പം അസിസ്റ്റന്റ് കമ്മീഷണറോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അവര് ഇതിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറോട് ഇന്നലെ ഞാൻ വന്നപ്പോഴേ കാര്യങ്ങളൊക്കെ അവര് ഓട്ടോപ്സിന്റെ റിസൾട്ട്സ് വന്നില്ല, അതുകൊണ്ടാണ് അവര് വെയിറ്റ് ചെയ്യുന്നത്. അല്ല ഒരു കുട്ടിക്ക് മീൻസ് ആ ഒരു മിസ്സിന്റെ ഇത് കൊണ്ട് എല്ലാരും ബെയറിംഗ് കപ്പാസിറ്റി ഡിഫറെന്റ് അല്ലേ. അത് പ്രധാന അധ്യാപകർക്കെതിരെ പ്രേരണാകുലം ചുമത്തണമെന്ന് നിങ്ങളുടെ ആവശ്യം. നമ്മൾ ഒരിക്കലും നമ്മളെ മോൻ കാരണം ആരും വിഷമിക്കണമെന്നില്ല, പക്ഷെ അവൻ വിഷമിച്ചതിന് അവൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടണ്ടേ. അവരിവിടെ വന്നിട്ട് അതാണ് ഒന്നാമത്തെ വിഷയം. അവരുടെ ഡ്രൈവറിനെയൊക്കെ കൂട്ടി വന്നിട്ട് ആ ബോഡി എടുക്കുന്ന സമയം ഇവിടെ സ്പ്രെഡ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ മകന് ഞാൻ ഫോൺ നിഷേധിച്ച് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവൻ ഹാങ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓഫീസിലെ CCTVയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും, ഇപ്പോഴും കാണിച്ചു തരാൻ പറ്റും. എൻ്റെ അടുത്ത് റെക്കോർഡിംഗ് ഉണ്ട്. അവൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ആ 31st നൈറ്റ്. കാരണം അവിടെ ഉള്ളത് പിന്നെ വിഷ്വൽ മാത്രമല്ല, ഇവനാണെങ്കിൽ അങ്ങനെ ഫോൺ അഡിക്റ്റ്. ഇവൻക്ക് ഫോൺ എന്ന് പറയുന്നത് ഓനക്ക് എന്താ കിട്ടിയാ കിട്ടി, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുന്ന അവൻ അറ്റ്ലീസ്റ്റ് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അത് ഇവന്റെ മെയിൻ സാധനം സൈക്ലിംഗ് ആയിരുന്നു. ഇവനക്ക് ഒരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടായിരുന്നു കണ്ണൂര്. അത് ഇവൻ വെച്ച് കണ്ണൂർ ടൗൺ മൊത്തം ഇവൻ കറങ്ങുമായിരുന്നു. തളാപ്പ് സൈഡ്, സ്റ്റേഡിയം സൈഡ്, ഇവൻ കണ്ണൂർ ഏത് സൈഡ് ഇപ്പൊ എത്താൻ ബാക്കിയുള്ളതെന്ന് അറിയില്ല, എല്ലാ സൈഡും ഇവൻ ആ സൈക്കിൾ എടുത്ത് കറങ്ങും. അല്ല അവരങ്ങനെ വ്യക്തമായിട്ട് അറിയാലോ. ഈ മാത്സിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതും മാത്സ് ടീച്ചറെ വെക്കാത്തതും അവർക്കൊരു ഇഷ്യൂ ആയിട്ട് വരുമെന്ന് അവർക്കറിയാം. കാരണം ആസ് എ പാരന്റ് ഞാൻ എന്നും മോള് പഠിക്കുന്ന കാലം തൊട്ട് LKG തൊട്ട് ഞാൻ സ്കൂളിനോടും മാനേജ്മെന്റിനോടും യുദ്ധം ചെയ്ത ആളാണ്. ഞാൻ എവിടെയും പോയിട്ട് ആരോടും പക്ഷെ ഞാൻ എന്താണ് വേണ്ടത് കറക്റ്റ് ചോദിച്ച് വാങ്ങുന്ന ആളാണ്.